ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് തന്നെയാണ് മോന് സ്കൂളിലും കൊടുത്തു വിട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് കടല ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകിയെടുത്തു. ഇതൊരു വെറൈറ്റി കടലക്കറിയാണ് കേട്ടോ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റും അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഒരു വലിയ ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കാം. കടലയുടെ കൂടെ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും പിന്നെ കുതിർത്ത് വെച്ച കടലയും ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ജസ്റ്റ് ആ കടലയ്ക്കും പച്ചക്കറിക്കും ആവശ്യമുള്ള ഉപ്പ് മതി. പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒരു 1.5 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. കറക്റ്റ് കടലയുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് കൂടണ്ട. കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. കുറച്ച് തേങ്ങാപ്പാലും എടുത്തു വയ്ക്കണം. അപ്പോൾ ഒരു വലിയ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ ചൂട് ആവി പോകാനായിട്ട് വെക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടുന്നത് കൊണ്ട് രാവിലെ ഞാൻ ഒരു മുട്ട പുഴുങ്ങിയതും കുറച്ച് പാലുമാണ് കൊടുക്കുന്നത് കേട്ടോ മോന്. അപ്പോൾ കുറച്ച് കോഫി പൗഡർ ഇടുന്നുണ്ട്. കോഫി കുടിക്കാൻ ഇഷ്ടമാണ്, ഒരുപാട് ചേർക്കത്തില്ല. പിന്നെ നമുക്ക് കറിയാക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഒരു സവോള, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. അതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. പൊടികളുടെ ഒരു പച്ചപ്പൊങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ കണ്ടോ, നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ. ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ആ മസാലയൊക്കെ കടലയിലും ഉരുളക്കിഴങ്ങിലും ഒക്കെ ഒന്ന് പിടിച്ച് വന്നാൽ മതി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫ്രൂട്ടായിട്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ദോശയും കടലക്കറിയാണ്. അപ്പോൾ ദോശ ഞാനിങ്ങനെ മിനി കുട്ടി ദോശയായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കാണാനൊരു ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക്. ഒരു വെറൈറ്റി ആയിട്ട് കാണുമ്പം കഴിക്കാൻ മടിയുള്ള കുട്ടികളാണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കുറച്ചെങ്കിലും ഒക്കെ കഴിക്കും. പിന്നെ പാക്ക് ചെയ്യാനും കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഇതുപോലൊരു മോനാണെങ്കിൽ ഇതുപോലൊരു 10 കുട്ടി ദോശയൊക്കെ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കടലക്കറി ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി ഇതാ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നല്ല കുറുകിയ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിന്നിപ്പോൾ ഫ്രഷ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് മിൽക്ക് പൗഡർ ആയാലും മതി. ഇതിനെ ഒരുപാട് തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത്രേ ഉള്ളൂ, നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു രുചിയൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നേക്കാളും ഒരു വെറൈറ്റി അല്ലേ. ട്രൈ ചെയ്ത് നോക്കണം. പുട്ട്, അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ലഞ്ച് പാക്ക് ചെയ്യാണ്. ദോശ ഏകദേശം ഒരു 10-11 ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കടലക്കറി. കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിന്നിപ്പോൾ ആ കടലയും പച്ചക്കറിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മാങ്ങ കട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ മിനി ദോശയായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് മോൾക്കും അത് കഴിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അത് തന്നെ കൊടുത്തു കേട്ടോ. കുഴപ്പമില്ലാതെ കഴിച്ചു. ആ കുഞ്ഞു ദോശ കണ്ടപ്പോൾ ഉള്ളൊരു ഇൻട്രസ്റ്റിൽ കഴിച്ചു. പിന്നെ ഒരു ചെറിയ ഗ്ലാസ് പാലും മാങ്ങയും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.